കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, നല്ല സന്തോഷമായി. ഇന്നിപ്പോൾ കാണാൻ നല്ല രസത്തിലാണ് ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇന്നലെ തീരെ തിരക്കുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ തിരക്കൊക്കെ ഉണ്ട്. ഉച്ചപൂജയും പിന്നെ ആ കളഭാലങ്കാരവും നടത്തിയത് മുന്നൂലം ശ്രീവാസോദിക്കനാണ്. നല്ല രസമായിട്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട്. കാലിങ്ങനെ പിണച്ച് വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും ഓടക്കുഴലിങ്ങനെ പിടിച്ചെണ്ണ ഊതാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന, എന്നിട്ട് പുഞ്ചിരിയോടെ ചുണ്ടിങ്ങനെ ചുണ്ടത്തിങ്ങനെ വെച്ചിട്ട് പുഞ്ചിരിയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പൊന്നോടക്കുഴലേന്തിയ ബാലഗോപാലനാണ് ശരിക്കും. അത് പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നിപ്പോൾ ആ ശ്രീലകത്തുള്ള കേട്ടോ. വളരെ രസകരമായിട്ടുണ്ട് ആ കാഴ്ച. നയനത്തിന് അത്രയും എന്താ പറയുക, സൗന്ദര്യമുള്ള ആ ഒരു ഉണ്ണിക്കണ്ണനാണെന്ന് ഇപ്പോൾ ഉള്ളത്. ആ ഒരു കുസൃതി നിറഞ്ഞ ഭാവത്തിലാണ് ആളിപ്പോൾ എല്ലാ ഭക്തരെയും കാണാൻ വേണ്ടിയിട്ട് കാത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഭഗവാൻ നമുക്കെല്ലാം ആ പൊന്നോടക്കുഴലിങ്ങനെ ഊതി തരികയാണ്. ആ സംഗീതം ആസ്വദിക്കട്ടെ, എൻ്റെ ഭക്തരെല്ലാവരും സംഗീതം ആസ്വദിക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. ആ കൈവളകളും കാൽവളകളും ഒക്കെ ഇട്ടിട്ട് പൊന്നും ഗോപിയൊക്കെ ചാർത്തി, കഴുത്തിലൊരു മാങ്ങാമാലയൊക്കെ ഉണ്ട്, അരഞ്ഞാണമുണ്ട്. അതുകൂടാതെ നല്ല ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. നല്ല താഴത്തെത്തുന്ന വരെയുണ്ട്, കാലിൻ്റെ അവിടേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു ഉണ്ടമാലയാണ്. താമരമുട്ടും പിന്നെ തുളസിയും കൂടിയും ചേർത്തത്. പിന്നെ ഒരു ഉണ്ടമാല ഉള്ളത് വെള്ള പൂവും താമരയും കൂടിയും ചേർത്തതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഉണ്ടമാലയൊക്കെ ചേർത്തി ഇങ്ങനെ നല്ല മയിൽപീലി ഒക്കെ വെച്ച് കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുള്ള പൊന്നിയും കിരീടമൊക്കെ ചാർത്തിയിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. എന്താ ഒരു കാഴ്ച എന്നറിയോ, നല്ല മനസ്സിനെ നമുക്ക് കണ്ടാൽ തോന്നും, അങ്ങോട്ട് വാരി എടുക്കാൻ തോന്നും. അങ്ങനെ നല്ലൊരു പൊന്നുണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. അത്രയും കേമായിട്ടത് ചാർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരെയും ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഇന്നിപ്പോൾ ഏതായാലും ഞാൻ പാട്ട് പാടിത്തരാം, നിങ്ങൾ കേട്ടോളൂ എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ പൊന്നുണ്ണി കണ്ണൻ നിന്നിരുന്നത് വെണ്ണക്കണ്ണനായിട്ടാണല്ലോ, താമര ഇതിലൊക്കെ. ഇന്നിപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ഓടക്കുഴൽ വായിക്കാൻ വേണ്ടി ശ്രമിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ്. ഊണൊക്കെ കഴിഞ്ഞപ്പോഴേ എന്നാൽ ഇനി എന്തായാലും സംഗീതം ആവാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആൾ. ആ ഗോപാലന്മാർക്കും എല്ലാവർക്കും കേട്ടോട്ടെ, പിന്നെ വരുന്ന ഭക്തർക്കും എല്ലാവർക്കും കേൾക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ നമ്മൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. ഗുരുവായൂരിലേക്ക് എത്തി ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ ആ തിരക്കിനുള്ളിൽ കൂടെയൊക്കെ നമ്മൾ ചെന്ന് ചുറ്റി വളഞ്ഞ് അവിടെ എത്തി മണ്ഡപത്തിൻ്റെ അധികനെയൊക്കെ പോയി അവിടെ നിന്ന് ഒന്ന് നോക്കി. അപ്പോൾ ഒരു നോക്ക് കണ്ടു ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ. അത് കഴിഞ്ഞ് നമ്മൾ സോപാനത്തിൻ്റെ അവിടെ എത്തുക കേട്ടോ. സോപാനപ്പടിയിൽ നിന്നിട്ട് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ മനസ്സിൽ എല്ലാവരും അതിങ്ങനെ കാണുക. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആ വേണുഗോപാലിനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ സങ്കല്പിക്കുക. എന്നിട്ട് അങ്ങോട്ട് നോക്കുക. അങ്ങോട്ട് നോക്കി കണ്ണടച്ച് അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ ഉള്ളിൽ ആ ഗുരുവായൂരപ്പൻ്റെ വേണുഗോപാലൻ്റെ ആ സ്വരൂപം കാണുകയാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ എല്ലാ അല്ലലുകളും ആപത്തുകളും ഒഴിവാക്കി തരണേ എന്ന് ഗുരുവായൂരപ്പനോട് കേണപേക്ഷിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ശരിക്കും ഉള്ള, കാരണം മനസ്സ് വിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ കേൾക്കും. എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളെ എന്താ പറയുക, തൂണിലും തുരുമ്പിലുമുള്ള ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ മനസ്സിലും ഉണ്ടാകുമ്പോൾ ആ മനസ്സിൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം സാധിച്ചു തരും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുക. എന്നിട്ട് തൊഴുതോളൂ കേട്ടോ, നല്ല തൊഴുതോളൂ. കാരണം ആഗ്രഹ സാഫല്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഒപ്പം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.